ദൈവനാമം മഹത്വപ്പെടട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ക്രിസ്തുവിനെ നഷ്ടപ്പെടുന്നതോ അവനടുക്കൽ എത്താൻ കഴിയാതെ പോകുന്നതോ ആയിരിക്കും. അവനെ നഷ്ടപ്പെടുമ്പോൾ നാം ദുരന്തത്തിന്റെ പാതയിലാണ്. അവന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ നാം അവയെ അതിജീവിച്ചു തുടങ്ങും. അവനോടൊപ്പമായിരിക്കുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ഇന്ന് നോമ്പിലെ 3-ാമത്തെ ഞായറാഴ്ച. വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ചലനശേഷി നഷ്ടപ്പെട്ട ഒരാൾക്ക് പാപമോചനം നൽകി ചലനാത്മകമായ ജീവിതത്തിലേക്ക് നയിക്കുകയാണ് ഇവിടെ. 4 പേർ ചേർന്നാണ് പക്ഷപാത രോഗിയെ യേശുവിനടുക്കൽ എത്തിക്കുന്നത്. കിടക്കയിൽ കിടന്നു വന്നവൻ കിടക്കയെടുത്ത് നടക്കുകയാണ് ഇവിടെ. യേശു ഒരു വൈദ്യനൊന്നും ആയിരുന്നില്ലല്ലോ. ഒരുപക്ഷെ ഒരുപാട് വൈദ്യന്മാരെടുക്കൽ പോയി ഒരുപാട് ചികിത്സകൾക്ക് ശേഷമായിരിക്കും അയാൾ യേശുവിന്റെ അടുക്കൽ എത്തുന്നത്. യേശുവിന്റെ അടുക്കൽ എത്തുകയാണ് പ്രധാനം. അവനടുക്കൽ എത്തിയാൽ മതിയാവും. അവനോട് കൂടെ ആയിരിക്കേണ്ട നാം എത്രമാത്രം അകന്നാണ് സഞ്ചരിക്കുന്നതെന്ന് ചിന്തിക്കണം. അരുതാത്തത് ചെയ്യുന്നത് മാത്രമല്ല, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും പാപമാണ്. 38 വർഷമായി കുളക്കരയിൽ തളർന്നിരുന്നവരോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടോ എന്ന്. ഈ നോമ്പിൽ നമ്മോടും അതാണ് കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ എന്ന്. എബ്രായർ 12:1 പറയുന്നുണ്ട്, മുറുകെ പറ്റുന്ന പാപവും പാപഭാരവും വിട്ടോടണമെന്ന്. പാപം വിട്ടോടാൻ ഈ നോമ്പിൽ കഴിയണം നമുക്ക്. ക്രിസ്തുവിലേക്കുള്ളൊരു വഴികാട്ടിയാകാൻ ഒക്കണം നമുക്ക്. ഇന്നത്തെയൊക്കെ നമ്മുടെ ആത്മീയ വിമർശനങ്ങൾ ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുന്നതിന് പകരം ചേർന്ന് നിൽക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പോലും ഇടയാകുന്നുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ, ആരും തുണയില്ലാത്തവർ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചവർ, അങ്ങനെയുള്ളവരെ കർത്താവിനടുക്കൽ എത്തിക്കാൻ ഒക്കണം നമുക്ക് ഈ നോമ്പിൽ. പിന്നെ ഒരു വാക്ക് മതി, ക്രിസ്തുവിന്റെ ഒരു വാക്ക് മാത്രം മതിയാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.